പക്ഷെ രാഹുൽ ഈശ്വർ ഒരു മനുഷ്യൻ മരിക്കുന്നു, ആ മരണത്തിൽ ആ മൃതദേഹം കണ്ടുപോലും വേറെ ആരും ബോധ്യപ്പെട്ടിട്ടില്ല, ഡോക്ടർ ആ മരണം സർട്ടിഫൈ ചെയ്തിട്ടില്ല, മരണകാരണം ആർക്കും അറിയില്ല, മക്കൾ 2 പേർ മാത്രമാണ് ഈ മൃതശരീരം പോലും കാണുന്നത്, അവരുടെ തന്നെ വാക്കുകളിൽ വേറൊരു മനുഷ്യൻ കണ്ടിട്ടില്ല. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾ പരാതി കൊടുക്കുന്നു, ഇന്ന് രാവിലെ പോലും ഞാൻ കണ്ട മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. അപ്പോൾ മരണം ദുരൂഹമാണ്, അസ്വാഭാവികമാണെന്ന് പരാതി വന്നാൽ ആ അസ്വാഭാവികത എന്താണ് എന്ന് പരിശോധിക്കും. അപ്പോൾ അതിന് മൃതദേഹം ഇതിനോടകം തന്നെ സംസ്കരിക്കപ്പെട്ടു എന്ന സാഹചര്യമായതിനാൽ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണം. ഇത്രയും കാര്യമേ ഇതിനോടകം വന്നിട്ടുള്ളൂ. ആ പരിശോധനയെ ഒരു തരം ഹിസ്റ്റീരിയ സൃഷ്ടിച്ച് പ്രതിരോധിക്കുക വഴി നിയമത്തിനും ലോ ആൻഡ് ഓർഡറിനും ഒക്കെ വിരുദ്ധമായ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണല്ലോ അവിടുത്തെ ആദ്യത്തെ പ്രശ്നം. സയന്റിഫിക് നമ്പറൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചില സംഘടനകളടക്കം ഇതിനെ പിന്തുണയ്ക്കുന്നതെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ശ്രീ അഭിലാഷ്, ആദ്യം അങ്ങ് ചിന്തിക്കേണ്ടത് ഇത് പറയുന്നവരുടെ ഇന്റൻഷൻ, ഉദ്ദേശവും കൂടിയാണ്. ആ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയാം. തീർച്ചയായും സമാധി പോലുള്ളൊരു കാര്യം, ഒരുപാട് തരം സമാധികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഒരുപാട് തരം അത്തരം സങ്കല്പങ്ങളും നമ്മുടെ ഹിന്ദു സമൂഹത്തിലുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇനി ഏതെങ്കിലും കവർട്ടപ്പാണോ ഇത്? സമാധിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അസംപ്രജ്ഞാത സമാധിയാണോ, സവികല്പ സമാധിയാണോ, നിർവികല്പ സമാധി സങ്കല്പങ്ങൾ പോലുള്ള കാര്യങ്ങളാണോ, എന്ത് തരമാണെന്നൊക്കെയുള്ള ബൗദ്ധിക ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് ചോദിക്കുന്നതിന്റെ ഇന്റൻഷൻ ബാക്കിയുള്ളവരെ മോശമാക്കാനാണോ എന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഉദാഹരണം, കൊറോണ ഇവിടെ പാത്രം കൊട്ടിയാൽ പോകുമെന്നല്ലല്ലോ ആരും പറഞ്ഞത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ അവരെ ഒരു യുണൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആശയം പറഞ്ഞു. പ്രധാനമന്ത്രി അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത് താങ്കൾ ഈ പറയുന്ന പോലെ അവയർനെസ്സിനായിട്ടായിരിക്കും. പക്ഷെ പാത്രം കൊട്ടിയവരൊക്കെ വിചാരിച്ചത് എന്താണ്? താങ്കൾ ഭക്തിപൂർവ്വം കാണുന്ന ഒരു നടൻ ഇതേ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രതികരണം ഇപ്പോഴും യൂട്യൂബിലുണ്ടല്ലോ. പാത്രം കൊട്ടുമ്പോൾ ഉണ്ടാവുന്ന ഈ ശബ്ദവീചികളിൽ അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കൾ ചത്തുപോകുന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. അല്ല, നാട്ടിൽ പല ആൾക്കാർക്കും അങ്ങനെ കാഴ്ചപ്പാടുണ്ടാകാം, പക്ഷെ ആൾ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. അപ്പൊ എല്ലാത്തിനെയും കൂടെ അന്ധവിശ്വാസമായിട്ട് കണക്ട് ചെയ്ത് ഹിന്ദു വിശ്വാസങ്ങൾ പൊതുവെ ഇങ്ങനെയാണ്, പല തട്ടിപ്പിനും മറയ്ക്കാൻ വേണ്ടിയുള്ള വഴികളാണ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന തൊട്ട് ശരിയല്ല. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ട്, ഈ ആചാരപരമായ ഗരിമയെ കുറിച്ചൊക്കെ ശ്യാംകുമാർജി പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് കണ്ണു പറഞ്ഞു, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിനെ എല്ലാം ഇകഴ്ത്തി കാട്ടാനാവരുത്. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു സെന്റിമെന്റ്സ് ഇൻവോൾവ് ആണ്, സംശയകരമായ സാഹചര്യം ഉണ്ടോ, റീസണബിൾ ഡൗട്ട് ഉണ്ടോ, എന്തുകൊണ്ട് കോടതി ഒരു നിലപാടെടുത്തൂടാ? അവർക്ക് കോടതിയിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ കുടുംബത്തിനും കോടതിയിലേക്ക് മൂവ് ചെയ്യാം. രണ്ട് ഭാഗത്തിന്റെയും വാദങ്ങൾ വിശാലമായി കേട്ടിട്ട് ബഹുമാനപ്പെട്ട കോടതി ഒരു തീരുമാനം എടുക്കട്ടെ. അതല്ലേ റൈറ്റ് പൊസിഷൻ. അങ്ങനെ ഒരു പരാതി കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ വന്നത് കല്ലറ പൊളിക്കലാണോ ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന് മറ്റൊരു ആശ്രമം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിന്ദു ഐക്യവേദി ശ്രീ ആർ വി ബാബുവിനോടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു സ്ഥലത്തും ആശ്രമമുണ്ട്. ഇദ്ദേഹം ഒരു സ്പിരിച്വൽ ഫിഗർ ആണ്. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ റീസണബിൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് പോകട്ടെ. എതിർവാദം പറയാനുണ്ടല്ലോ, അഡ്വക്കേറ്റ് രഞ്ജിത്താണ് അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയും കാര്യങ്ങളും ഒക്കെയാണ്. അവർ കോടതിയിൽ പോയി ഒരു ഉത്തരവ് മേടിക്കട്ടെ. അല്ലാതെ ജില്ലാ ഭരണകൂടം പരിപാടി കേട്ടുടനെ വന്നു സമാധിയാണ് എന്നാ പൊളിച്ചു നോക്കാം എന്ന് പറയുന്ന ഒരു അരഗൻസിന്റെ ആവശ്യമുണ്ട്. അരഗൻസ് ആണോ ശ്രീ രാഹുൽ ഈശ്വർ? ഇപ്പോൾ ഈ മരണത്തിൽ സംശയമുണ്ട്. മൃതദേഹം എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരമാണല്ലോ, അതിന് DKക്ക് വിധേയമാവും. നമ്മുടെ ശരീരം എങ്ങനെയാണ് വിഘടിക്കുന്നത് എന്നൊക്കെ രാഹുൽ ഈശ്വറിന് അറിയാം. രാഹുൽ ഈശ്വറിന് അറിയാത്ത ആളൊന്നുമല്ല, അറിയാമല്ലോ. അപ്പൊ പിന്നെ ഇത് സ്വാഭാവിക മരണമാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആ കാര്യത്തിൽ സ്വാഭാവികമായ മരണമാണോ എന്ന് ഉറപ്പാക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന അനിവാര്യമാണ്. ഈ ശരീരം അഴുകും തോറും അതിനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ ഇത് കണ്ടെത്താനുള്ള സാധ്യതകൾ കുറയുകയാണല്ലോ. അപ്പൊ ശാസ്ത്രീയ പരിശോധന എന്തിനാണ്? ഇനി രാഹുൽ ഈശ്വറെ ഇത് സ്വാഭാവിക മരണമാണ് എന്ന് ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടെത്തപ്പെടുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നുണ്ടോ? ഒരു തർക്കം വരുമ്പോൾ ശരീരം പരിശോധന കുഴപ്പം വരാനാണ്. അല്ല, നാളെ പോസ്റ്റ്മോർട്ടത്തിൽ ഇത് സ്വാഭാവിക മരണമാണ് എന്ന് കണ്ടാൽ ഇവരെ വിമർശിച്ചവരും കുറ്റം പറയുന്നവരും ആരെങ്കിലും മാപ്പോ ഖേദമോ എങ്കിലും പറയൂ. പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ലല്ലോ നമ്മുടെ മുമ്പിൽ. ഒരു റിയൽ സിറ്റുവേഷൻ ഉള്ളപ്പോൾ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയേണ്ട കാര്യമില്ല. ഏതെങ്കിലും രീതിയിൽ തിരിച്ച് പ്രതികരിക്കുമോ? അപ്പൊ എന്ത് പറയുന്നറിയാമോ? ഞങ്ങൾ ആ മരിച്ച ആളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്, ആ മരിച്ച ആളുടെ ശാസ്ത്രീയ അന്വേഷണത്തിന് വേണ്ടി പറഞ്ഞതാണ്. അല്ല, വിശ്വാസം ബാധിക്കാതിരിക്കാൻ പറയുന്നത് നാളെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ല, നമ്മുടെ മുമ്പിലുള്ള റിയൽ സിറ്റുവേഷൻ എന്താണ്? ശ്രീ രാഹുൽ ഈശ്വർ അടക്കമുള്ള ഏത് മനുഷ്യനെ സംബന്ധിച്ചും ഈ പറയുന്ന മകൻ പറയുന്ന കാര്യം
വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. പ്രഷറിന്റെയും ഷുഗറിന്റെയും മരുന്ന് കഴിച്ച് അച്ഛൻ ഞാൻ സമാധിയാവാൻ പോവാണെന്ന് പറഞ്ഞ് സമാധിയിരുന്നു. പിന്നെ അദ്ദേഹം ബ്രഹ്മത്തിൽ വിലയം പ്രാപിച്ചു, കുണ്ടലിനെ ഉണർത്തി അദ്ദേഹം സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹം സമാധിയായി എന്ന് പറയുന്നു. ഇത് കേട്ടാൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതിലൊരു പരിശോധന വേണമെന്ന് ആർക്കും തോന്നാം. ആ പരിശോധന നടക്കട്ടെ. ആ വാക്ക് ശരിയല്ല. അദ്ദേഹം അങ്ങ് ഹിസ്റ്റീരിക്കൽ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇമോഷണൽ റെസ്പോൺസ് ആണ്. ഇനി കടന്നു പറഞ്ഞാൽ ഓരോ ആളുകൾക്ക് അവരുടെ ചോയ്സ് അനുസരിച്ചല്ലേ വാക്കുകൾ. അല്ല ആയിക്കോട്ടെ, ഇല്ലെന്നല്ല പറഞ്ഞത്. ഇമോഷണൽ റെസ്പോൺസ് ആണ്, ഓവർ ഇമോഷണൽ റെസ്പോൺസ് ആണ്. മരിച്ച വീട്ടിലെ ആൾക്കാരുടെ ഒക്കെ അല്ലേ അവരുടെ റെസ്പോൺസിന് ഒരു ഓവർ ഇമോഷൻ, മരിച്ച വീട്ടിലെ ആളുകൾക്ക് വന്നേക്കാം. മരണത്തെ തുടർന്നുണ്ടാവുന്ന വൈകാരികത വന്നാൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോ മരണം, അദ്ദേഹത്തിന്റെ നഷ്ടം തുടങ്ങിയ കാര്യമല്ലല്ലോ. അദ്ദേഹം മരിച്ചിട്ടില്ലെന്നല്ലേ ഇവര് വിശ്വസിക്കുന്നത്. മരണമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവിടെയാണ് അഭിലാഷ്. ഇത് സിമ്പിൾ അല്ലേ? എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? ജില്ലാ ഭരണകൂടം വളരെ സിമ്പിൾ ആണ്. ഈ മൃതദേഹ പരിശോധന അനുവദിക്കണം. 2 ദിവസമായി അത് തടഞ്ഞു. മൃതദേഹ പരിശോധന അനുവദിക്കണം. ഇതിന്റെ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് വരണം, അന്വേഷണം നടക്കണം. അന്വേഷണ റിപ്പോർട്ട് ഓക്കെ, ആ അന്വേഷണ റിപ്പോർട്ട് ഈ കാര്യത്തിൽ വരുമല്ലോ. എളുപ്പമാണ്, സിമ്പിൾ ആണെന്നുള്ള വാദം ഞാൻ അംഗീകരിച്ചു. ഭരണകൂടം കോടതിയിൽ, ജില്ലാ കോടതിയിൽ ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ കേൾക്കണമെന്ന് പറഞ്ഞ് മൂവ് ചെയ്താ പോരെ? അപ്പൊ അതിനൊരു റെസ്പോൺസും സൊല്യൂഷനും ആവില്ലേ? ജില്ലാ ഭരണകൂടത്തിന് ഹേർട്ട് ചെയ്തൊരു സൊല്യൂഷൻ വേണം. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജില്ലാ ഭരണകൂടത്തിന് സ്വമേധയാ ഇക്കാര്യത്തിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റി നടത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ സബ് കളക്ടർ ഉണ്ടായിരുന്നല്ലോ. നിയമപരമായി എന്താണോ ചെയ്യേണ്ടത് അക്കാര്യം ചെയ്തിട്ടുണ്ട്. കോടതി പോകുന്നതില്ല. അതായത് വിശ്വാസികളെ പോണ വഴി അവിടുത്തെ പോലീസുകാർ ഏത് വിശ്വാസികളെ മാറ്റി നിങ്ങളുടെ സയന്റിഫിക് ടെമ്പർ വിജയിച്ചു എന്ന് കാണിക്കണം. അതിനുവേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത്. അതായത് സയന്റിഫിക് ടെമ്പർ ഇതൊക്കെയാണ് വിശ്വാസമെങ്കിൽ. രാഹുൽ ഈശ്വർ എവിടെയോ അഭിഭാഷകനായി പഠിച്ചാളല്ലേ? ആർട്ടിക്കിൾ 25 തന്നെ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 തന്നെ വിശ്വാസത്തെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് താങ്കൾക്ക് അറിയാമല്ലോ. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത്. ഇവിടെ പബ്ലിക് ഓർഡർ, ഹെൽത്ത്, മൊറാലിറ്റി, വിശ്വാസം. ഇവിടുത്തെ വിശ്വാസി എന്ന് പറഞ്ഞല്ലോ. വിശ്വാസം ബഹുമാനപ്പെട്ട കോടതിയെ ഇമ്മീഡിയറ്റ്ലി അപ്രോച്ച് ചെയ്ത് സാറേ റീസണബിൾ കോടതി ഇടപെടേണ്ട വിഷയത്തിലല്ലേ കോടതി. ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ 3 കാര്യങ്ങൾക്ക് സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് അനുസരിച്ചിട്ടാണ് വിശ്വാസ സ്വാതന്ത്ര്യം പോലും. അപ്പൊ ആ കാര്യത്തിൽ ഇത് മതവിശ്വാസ സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമേ അല്ല എന്നിരിക്കെ പിന്നെ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അതിനെ പ്രതിരോധിക്കുന്നത്? അല്ല ശ്രീ അഭിലാഷ് ഒരു സൊല്യൂഷന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. സൊല്യൂഷൻ ഇതാണ്. ഒരു സൊല്യൂഷൻ, അന്വേഷണവും പരിശോധനയും തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം അവരുടെ അച്ഛനല്ലേ, അവരുടെ ഭർത്താവല്ലേ, അവർക്ക് വൈകാരികത കാണില്ലേ? അവര് വിശ്വസിക്കുന്നത് പോലെ ശരിയാണെങ്കിൽ അദ്ദേഹം സമാധിയിൽ ഇരിക്കുന്നു, അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്ക് വന്ന ഒരു ചോദ്യമാണ്. ഇപ്പോ ശരി, ഇദ്ദേഹത്തെ കല്ലറയിൽ അടച്ചു. കല്ലറയിൽ അടയ്ക്കുമ്പോൾ ചിലപ്പോൾ ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ, ഇപ്പോഴും ജീവൻ ഉണ്ടെങ്കിലും തുറക്കാൻ സമ്മതിക്കണ്ടേ? മരിച്ചെന്നാരെങ്കിലും സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? നിങ്ങള് ജീവനോട് ഒരു മനുഷ്യനെ ഒരു കുഴിയിലിറക്കി സ്ലാബിട്ട് മൂടിയതാണെങ്കിലോ മരിച്ചെന്ന് ആരെങ്കിലും സർട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? മരണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡെഡ് ബോഡി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കോടതിയുടെ ഒരു ഉത്തരവ് വന്നാൽ പിന്നെ ആർക്കെങ്കിലും എതിർക്കാൻ എല്ലാം കോടതിയുടെ മുകളിലിട്ടോ, അതൊരു സൗകര്യമായി. ശരി, എളുപ്പമുണ്ടല്ലോ. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീരിയസ്ലി ഒരു സയന്റിഫിക് ഇതൊക്കെ മുതന്തൻ ന്യായങ്ങൾ എന്ന് പറയൂ. പോലീസുകാരെ പിടിച്ചു മാറ്റി സബ് കളക്ടറും ജില്ലാ ഭരണകൂടവുമാണ് പ്രശ്നം. കോടതി പറയട്ടെ എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിന്റെ പ്രശ്നം.